മാധ്യമപ്രവർത്തകൻ അടൂർ ബാലൻ അനുസ്മരണം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടത്തി. അടൂർ ബാലൻ സ്മാരക പത്രപ്രവർത്തക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ആർക്കു വേണമെങ്കിലും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന കാലമാണിത്. അതിനാൽ മാധ്യമ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണെന്നും അതിനാലാണ് പലപ്പോഴും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ കാരണമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായിരുന്ന അടൂർ ബാലൻ അനുസ്മരണമാണ് കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് അടൂർ ബാലൻ സ്മാരക പത്രപ്രവർത്തക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് ആർക്കു വേണമെങ്കിലും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും അതുകൊണ്ട് തന്നെ മാധ്യമ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയാണെന്നും പലപ്പോഴും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ കാരണം ഇതാണെന്നും അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പണ്ടൊക്കെ മാധ്യമ ഭരണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഫാക്ട് ചെക്ക് ഉണ്ടായിരുന്നു. ഏതൊക്കെ ന്യൂസ് ക്യാരി ചെയ്യണമെന്ന് പത്രങ്ങൾക്ക് ഒരു ധാർമ്മികത അല്ലെങ്കിൽ അതിന്റെ വശമുണ്ടായിരുന്നു. ഇപ്പൊ സരസൻ സംഭവം വന്നപ്പോൾ ആദ്യത്തെ കുറേ ദിവസം മുഖ്യധാരാ പത്രങ്ങൾ മാധ്യമങ്ങളൊന്നും അത് ക്യാരി ചെയ്തില്ല. ഞാനൊന്ന് തിരുവനന്തപുരത്താണ് അന്ന്. പക്ഷെ മാധ്യമങ്ങളിൽ തന്നെ ചില രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ മനോരമ, മാതൃഭൂമി, കേരളകൗമുദി തുടങ്ങി അന്നത്തെ പ്രധാന മാധ്യമങ്ങൾ ഏതൊക്കെ ക്യാരി ചെയ്യണം ഏതൊക്കെ ക്യാരി ചെയ്യണ്ട എന്നുള്ള അവർക്കൊരു അവരുടേതായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് തനിനിറം പോലൊരു പത്രങ്ങളുണ്ടായിരുന്നു. തനിനിറം എന്തേലും ഒക്കെ സത്യത്തിന്റെ കണിക എടുത്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ എഴുതുന്നതും. കൊല്ലം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പത്രപ്രവർത്തക അവാർഡ് ജി ഹസ്താമലകനും അടൂർ ബാലൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം എസ് ഗോപികയ്ക്കും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ സുധീഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനൽ ഡി പ്രേം, എം മഹേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.